കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേടുണ്ട് എന്ന് ധനകാര്യ വകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ജില്ലാ കോർഡിനേറ്റർമാർക്ക് 44.63 ലക്ഷം അഡ്വാൻസ് നൽകിയതിൽ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. 19.64 ലക്ഷം ചെലവിട്ട് കോൺഫറൻസ് ഹാൾ നവീകരിച്ചതിലും ക്രമക്കേടുണ്ട് എന്നും പരിശോധനയിൽ കണ്ടെത്തി. പദ്ധതിയുടെ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും ധനകാര്യ പരിശോധനാ വിഭാഗം വ്യക്തമാക്കുന്നു. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സുനിൽ, കോവിഡ് കാലത്ത് വലിയ ക്രമരഹിതമായ പരിപാടികൾ നടന്നു എന്നാണോ കണ്ടെത്തൽ? കോവിഡ് പ്രതിരോധ കാലഘട്ടത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഡോക്ടർ മുഹമ്മദ് അഷീൽ. അക്കാലത്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജയുടെ ഒരു ലെഫ്റ്റ് ഹാൻഡായി നിന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ആളാണ് മുഹമ്മദ് അഷീൽ. പക്ഷേ ഇതിൻ്റെ ഈ അന്വേഷണത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്, അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നേരത്തെ ഈ അക്കൗണ്ട് ജനറലിൻ്റെ റിപ്പോർട്ടിൽ ബ്രേക്ക് ചെയിൻ അടക്കമുള്ള പദ്ധതികൾ, കോവിഡ് കാലഘട്ടത്തിലെ പദ്ധതികളിൽ ചില അപാകതകൾ സംഭവിച്ചു എന്ന കണ്ടെത്തൽ നടന്നിരുന്നു. ഇതേ തുടർന്ന് ആണ് പിന്നീട് ധനകാര്യ വിഭാഗത്തോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുന്നത്. അതിൽ ഈ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് പിന്നീട് വന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2022 അന്നത്തെ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന വീണ ജോർജ് കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഗവേണിംഗ് ബോർഡ് യോഗമാണ് ഇത്തരത്തിൽ ധനകാര്യ പരിശോധന വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ആ പരിശോധനയ്ക്ക് ഫയൽ അയക്കുകയും ചെയ്തത്. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പക്ഷേ മുഹമ്മദ് അഷീലിനെ അത്ര വേണ്ട രീതിയിലുള്ളൊരു പരിഗണന ലഭിച്ചുമില്ല. അദ്ദേഹത്തെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റുകയും പക്ഷേ അദ്ദേഹം അത് നിരസിച്ച് WHO അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്തായാലും മുഹമ്മദ് അഷീലിൻ്റെ കൂടി വിശദീകരണം കേട്ട ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ ധനകാര്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം രേഖാമൂലം ഇമെയിൽ വഴി കേട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. എന്തായാലും വകുപ്പ് തല അച്ചടക്ക നടപടി വേണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നിഷാദ്, അതുകൂടി നമ്മൾ ഇതിനൊപ്പം പറയണം. അതായത് മുഹമ്മദ് അഷീൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നടപടിക്രമങ്ങളുടെ ലംഘനം ചട്ടലംഘനമൊക്കെ ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ തുടർ നടപടി കൂടുതൽ പരിശോധനകൾ വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇതിൽ ഇപ്പോൾ എടുത്തു കാണിക്കുന്ന ഇതൊക്കെയാണ്. അതായത് അധികാരപരിധി മറികടന്ന് അനാവശ്യമായ ചെലവ് വരുത്തി എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ പരിശോധന വേണം. ഒപ്പം ടെൻഡർ നടപടികൾ പാലിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ മുൻകൂർ അനുമതി പല പദ്ധതികളിലും വാങ്ങിയില്ല. അന്ന് കോവിഡ് കാലഘട്ടമാണ്. പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ തിരക്കിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും നടപ്പാക്കിയതിനു ശേഷം സർക്കാരിൽ നിന്ന് ഇതിൻ്റെ ഒരു സാധൂകരണം വാങ്ങേണ്ടതുണ്ട്. അത് വാങ്ങിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ ഈ പണം ചെലവഴിച്ചതിൽ വലിയ ധൂർത്തുണ്ടായി, ധാരാളിത്തമുണ്ടായി. ഏതാണ്ട് 40 ലക്ഷത്തിലധികം രൂപ ചില കമ്പനികൾക്കൊക്കെ അഡ്വാൻസ് ആയിട്ട് വിതരണം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടെത്തലുകൾ കൂടിയാണ്. നമുക്കറിയാം നേരത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ മെഡിക്കൽ കോർപ്പറേഷൻ PP കിറ്റ് അടക്കം വാങ്ങിയതിൽ വലിയ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം ഉയരുകയും പിന്നീട് അതിൽ അന്വേഷണം വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിപ്പോൾ ലോകായുക്തയുടെ പരിഗണനയിലുമാണ് ആ കേസ്. അത് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ ആരോപണം ഉയരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചറിന്റെ ഏറ്റവും വിശ്വസനായിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന മുഹമ്മദ് അഷീലിന് നേരെയും ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ K മുരളീധരൻ അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് തുടർ അന്വേഷണം നടത്താൻ 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയോട് 3 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും K മുരളീധരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നിഷ, ശരി. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ ബ്രേക്ക് ദ ചെയിൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ധനവിനിയോഗത്തിൽ കാര്യമായ ക്രമരാഹിത്യം കണ്ടെത്തിയിരിക്കുകയാണ് സർക്കാർ. ഇതിൽ വിശദീകരണങ്ങൾ പലതും തൃപ്തികരമല്ല എന്നാണ് ധനകാര്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ.